أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام الحمد عليكم. لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. എല്ലാരും മൈക്ക് ഉസ്താദ് മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങള് എന്തിനാ മൈക്ക് മ്യൂട്ടാക്കണത്? ഉണ്ടാതിരിക്കാനല്ലേ? ഞാനൊരു ചെറിയ കഥ പറയാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ? ആ കഥ കേട്ടിട്ട് ഞാൻ മൈക്ക് ഓൺ ആക്കും. കഥക്ക് കഴിഞ്ഞാൽ ഞാൻ മൈക്ക് ഓൺ ആക്കും. എന്നിട്ട് എല്ലാരും കൂടി ഒന്നിച്ച് വന്നിട്ട് ബ്ലാ 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 ക്ലാ ക്ലാ ക്ലീ ക്ലീ പറയണം. ആണോ? അങ്ങനൊന്നല്ല. പിന്നെയോ, എല്ലാരും ഞാൻ പേര് വിളിക്കുന്ന ആൾക്കാര് ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരം പറയണം. പറയൂലേ? അബ്ദുള്ള ബിൻ മുഹമ്മദ് മർവ ഉണ്ട്. ഞാൻ എല്ലാരും പേര് വിളിക്കട്ടെ. പേര് വിളിച്ചില്ല പറഞ്ഞിട്ട് ആരും കരയാൻ. മുഹമ്മദ്, അബ്ദുള്ള, ഹുസൈൻ ഉണ്ട്, അഫ്ര ഉണ്ട്, സഹറ ഉണ്ട്, അമാൻ, അർവ, ആയിഷ, അസ്മ, തുഫൈൽ ഉണ്ട്, ആയിഷ മെഹബിൻ, ആയിഷ മെഹബിൻ ബറക്കല്ലാ, ആയിഷ ഐദീദ്, പിന്നെയോ ആയിഷ ആസിൽ ബിൻ മുനീബ് ضيഫ, മാഷാ അല്ലാഹ്, ഫാത്തിമ ഷഹല, ഫാത്തിമ ഐസൽ ബുസ്താൻ, ഫസ സൈൻ, ഹസൻ ഹസൻ ഉണ്ട്, പിന്നെ ഹയ ഹയ, സാറ, ഹെമിൻ, ആദം, ഇഷ്റ, ഇസിൻ, കെൻസ്, ഖദീജ, മറിയം, ഖദീജ, അജാസ്, മൻഹ, മറിയം ബിൻത് മുജീബ്, മറിയം ബിൻത് റാഷിദ്, മറിയം ബിൻത് മുജീബ്, മറിയം ബിൻത് റാഷിദ്, മറിയം നിയാസ്, മറിയം ഷഹസ, മറിയം റുഹൈല, മുഹമ്മദ് ഹംദാൻ, മുനീറ, മുസ്അബ്, നൂഹ്, ഈസ, നൂഹ്, നബീൽ, നൂഹ, റൈഹാൻ, സിദ്റത്തുൽ മുൻതഹ, തൈമിയ, ഉമ്മു മറിയം, വാഫിയ, വഹ്ബാൻ, സൈനബ്, ഖദീജ ബിൻത് അർഷദ്, ആയിഷ ബിൻത് സാലിഹ്, മുസ്അബ് ബിൻ ഹാഷിർ, അല്ലാ, കുറെ ആൾക്കാരെ പേര് ഞാൻ വിളിച്ചിട്ടുണ്ട്. ആമിർ, അഹ്മദ് ബിൻ സാജിദ്, മാഷാ അല്ലാ അഹ്മദ്, എല്ലാരും ഉണ്ട് കേട്ടോ. ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും അവിടെ കരയണുണ്ടോ? ഉസ്താദ് പേര് വിളിച്ചില്ല പറഞ്ഞിട്ട് ആരും കരയണില്ലല്ലോ. പേര് വിളിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പേര് വിളിക്കാനൊന്നല്ല വരുന്നത് ഉസ്താദെ. നമ്മൾ പഠിച്ചിട്ട് അള്ളാന്റെ അടുത്തുനിന്ന് സ്വർഗം കിട്ടാനാ വരുന്നത്. നോക്കട്ടെ, എന്റെ പേര് വിളിച്ചാലും ഇല്ലെങ്കിൽ വാക്കിലെ പറയണ്ട അങ്ങനെ. കൈപൊക്കിയാ നോക്കട്ടെ. മാഷാ അല്ലാ, എല്ലാരും ഉഷാറായിട്ട് കൈയൊക്കെ പൊക്കി നല്ല ഉഷാറായിട്ടോ. ബാറക്കല്ലാ. കേൾക്കണില്ല എല്ലാവർക്കും? എന്നാലും നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാ. ഞാൻ കഥ പറയട്ടെ. എല്ലാരും റെഡിയാണോ? റെഡി ആണെങ്കിൽ ഇങ്ങനെ കാണിക്കേ. എന്താ സ്റ്റക്കായോ? കേൾക്കണുണ്ട് അല്ലേ? ആയിക്കോട്ടെ. അല്ലാഹുമ്മ ബാരിക്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ചുറ്റും കുറെ സ്വഹാബിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പഠിക്കാൻ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് എന്തിനാ സ്വഹാബിമാർ വന്നത്? പഠിക്കാൻ. അങ്ങനെ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്
അതാ പെട്ടെന്നൊരാള് വന്നു. നല്ല വെള്ള കുപ്പായം, ചെളിയൊന്നും ഇല്ലാത്ത നല്ല വെള്ള ഡ്രസ്സ്, നമ്മുടെ ആസിലൊക്കെ ഇട്ടതുപോലെ. ആസിലിന്റെ ഡ്രസ്സ് നോക്കി എല്ലാരും ആസിൽ ബിൻ മുനീബ് ബാറക്കല്ല, നല്ല വെള്ള കുപ്പായം അല്ലേ? അതുപോലെ നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ വന്നു. പിന്നെയോ നല്ല കുളിച്ച് വൃത്തിയായാല് എണ്ണൊക്കെ തേച്ച് നല്ല മുടിയൊക്കെ നല്ല കാർത്തും നല്ല രസം ഉണ്ടാവൂലേ? ഉണ്ടാവുമെങ്കിൽ ഇങ്ങനെ കാണിക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്ക് നോക്കട്ടെ. നമ്മൾ കുളിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വന്നാല് മുടിയൊക്കെ നല്ല കറുത്തിട്ട് നല്ല ഉഷാറുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഹെമിൻ, ആദം, നൂഹ, ആമിർ, വാഫിയ, വഹബാൻ, ഖദീജ, ആസിൽ ഉണ്ടാവില്ലേ? ഫാത്തിമ, മറിയം, ആയിഷ ഉണ്ടാവും അല്ലേ? ഹയാസാറ, അഹ്മദ് ഉണ്ടാവും അല്ലേ? അബ്ദുള്ള, നാം. അപ്പോ നല്ല വൃത്തിയിലാണ് അയാൾ വന്നത്. എന്തിനാ വന്നത്? സഹാബിമാരൊക്കെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി, ഇതാരാ ഇത്ര വൃത്തിയുള്ള കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല മുടിയൊക്കെ ചീകി വൃത്തിയാക്കി കുളിച്ച് നല്ല സുന്ദരനായിട്ട് ആരാ ഇത്? സഹാബിമാരൊക്കെ ഇങ്ങനെ നോക്കി. അയാള് വന്നിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പോയിട്ടിരുന്നു. എവിടെയായിരുന്നത്? അടുത്ത് പോയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പോയിട്ട്. ആ, അങ്ങനെയാണ് ല്ലേ? അടുത്ത് പോയിട്ട് എങ്ങനെയാ ഇരുന്നത്? ഇങ്ങനെയാണോ? ഉറക്കം തൂങ്ങിയിട്ടാണോ ഇരുന്നത്? എനിക്ക് വയ്യ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഇരുന്നത്? അഹമ്മദൊക്കെ ഇരിക്കണുണ്ടത് ഇങ്ങനെ, അങ്ങനെയാണോ ഇരുന്നത്? അങ്ങനൊന്നല്ല. ആ വന്ന ആള് ഇരുന്നത് എങ്ങനെയാന്നറിയാമോ? അയാളുടെ കൈയെടുത്തിട്ട് അയാളുടെ കാലിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇരുന്നു, ശ്രദ്ധിച്ച് കേൾക്കാന്. നിങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിട്ട് ഇരിക്കല്? എങ്ങനെ ഇരിക്കല് കാണിച്ചേ? നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കാൻ എങ്ങനെ ഇരിക്കല്? ശ്രദ്ധിച്ച് കേൾക്കണമെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ തുറക്കണോ? കണ്ണിലൂടെയാണോ കേൾക്കണത്? ചെവിയിലൂടെ അല്ലേ കേൾക്കണത്? പിന്നെ എങ്ങനെ ഇരിക്കാം? നല്ല ഉഷാറായിട്ട് ഇരിക്കും അല്ലെ? ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടായിരിക്ക? ഓ ഓ ഓ, അങ്ങനെയാണോ ഇരിക്ക? ഇങ്ങനെ നൊലോളിച്ചിട്ട് ഉമ്മ ഞാന് കേക്കൂല, എനിക്ക് ഇഷ്ടല്ല, എപ്പൊ നോക്കിയാലും ഒരു ക്ലാസ്, അങ്ങനെ ഇരിക്കലുണ്ടോ നിങ്ങള്? അങ്ങനൊന്നും നിങ്ങൾ ഇരിക്കൂല അല്ലേ? മാഷാ അല്ലാ. ആയിക്കോട്ടെ, നല്ല ശ്രദ്ധിച്ച് നല്ല ഉഷാറായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന ആൾ എങ്ങനെയാ ഇരുന്നത്? നല്ല ഉഷാറായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാനായിരുന്നത്. എന്നിട്ട് അയാള് ചോദിക്കാണ്, യാ മുഹമ്മദ്, ഹേ മുഹമ്മദേ, അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് നീ ഇസ്ലാം ദീനിനെ പറ്റി പറഞ്ഞു തരുമോ? ക്വസ്റ്റ്യൻ ചോദിച്ചുല്ലേ? ചോദ്യമൊക്കെ ചോദിച്ചു. പഠിക്കാനാ വന്നത്. അപ്പൊ ചോദ്യം ചോദിക്കണത് പഠിക്കാനല്ല. ഉസ്താദെ ഉസ്താദെ, അതെന്താ ഉസ്താദെ? ഉമ്മ ഇതെന്താണ് വായിക്കല്? പഠിക്കാനല്ലേ നമ്മൾ ചോദിക്കാറുള്ളത് ഉമ്മാനോടും ഉസ്താദിനോടും ബാപ്പാനോടൊക്കെ, അങ്ങനല്ലേ അമാനെ? ഇല്ലേ ആസിലെ? പഠിക്കാൻ വേണ്ടിട്ടാ ചോദിക്കലില്ലേ? ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഒരാള് പഠിക്കാൻ വരുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? നല്ല ഡ്രസ്സ്, നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട്, പിന്നെയോ മുടിയൊക്കെ നല്ല വൃത്തിയാക്കി ഒതുക്കി വെച്ച് അല്ലെ? അടുത്ത് വന്നിട്ട് ഇരുന്ന്, ഇല്ലേ? അടുത്ത് വന്നിട്ടല്ലേ ഇരുന്നത്? പിന്നെ ശ്രദ്ധിച്ച് കേൾക്കാനാ അടുത്ത് വന്ന് ഇരുന്നത്. പിന്നെയോ കാലൊക്കെ ശരിക്കും വെച്ച് കൈയൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് ഇരുന്ന്, അങ്ങനെയല്ലേ ഇരുന്നത്? അല്ലേ? ആയിക്കോട്ടെ, എന്നാൽ ഇന്റെ കഥ കഴിഞ്ഞിട്ടില്ല ട്ടോ. ഇയാള് പോയി നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അയാള് ദൂരെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിച്ച്,
സഹാബിമാരെ നിങ്ങൾക്ക് അറിയാമോ ആരാ വന്നത്? ആരാ ഇപ്പൊ വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആരാ അത് വന്നത് എന്ന്? ആർക്കെങ്കിലും അറിയാമോ? അബ്ദുള്ളക്ക് അറിയാമോ ആരാ വന്നത്? ആരാ സ്വഹാബിമാരുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പഠിക്കാൻ ഇങ്ങനെ വന്നത്? ആരാ വന്നത്? ഞാൻ നോക്കട്ടെ. ഞാൻ മൈക്കോൺ ആക്കാട്ടോ. എല്ലാരും പറഞ്ഞോളി. ഒന്നിച്ച് പറയണേ. ആയിട്ടില്ല ആയിട്ടില്ല. എന്റെ കൈ കണ്ടോ എല്ലാരും? എന്റെ കൈ കണ്ടോ? ഞാൻ കൈ ഇങ്ങനെ തുറക്കുമ്പോ എല്ലാരും ഒന്നിച്ച് പറയണം കേട്ടോ. കൈ അടച്ചിട്ടാ ഉള്ളത്. കൈ തുറക്കുമ്പോ പറയണേ. ആ പറഞ്ഞോ. ആ ആയിക്കോട്ടെ. മാഷാ അല്ലാ, നിങ്ങൾ ഇത്ര സൂപ്പർ ആണല്ലേ. നിങ്ങൾക്ക് അറിയാല്ലേ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്. മാഷാ അല്ലാ. ഖദീജ, മൻഹ, ഹൈസ, ഹംസ, ഖൗല, ഹസൻ, ഹംദ, ഹാമിദ് എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മുഹമ്മദ്, ഹംദാൻ. ശരി. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമാ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്തുനിന്ന് പഠിക്കുന്നത് പോലെ വന്നു അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ. ആയിഷ കേൾക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത്, പഠിക്കാൻ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിച്ചത്? എങ്ങനെയാ വന്നത്? ആർക്കാ പറയാൻ പറ്റാ? ഒരു കാര്യം പറയണേ. എങ്ങനെയാ ജിബ്രീൽ അലൈഹിസ്സലാം പഠിക്കാൻ വന്നത്? എങ്ങനെയാ വന്നത്? ആരാ പറയാ? മറിയം പറഞ്ഞേ. മറിയം ആയിട്ടില്ല. മറിയം ബിൻത്ത് അസ്ഹർ പറഞ്ഞേ. മറിയം ബിൻത്ത് അസ്ഹർ ട്ടോ. ഞാൻ മൈക്കോൺ ആക്കാൻ പോണേ. എല്ലാരും പറയല്ലേ. ഉസ്താദ് പേര് വിളിക്കണവർ പറഞ്ഞാ മതി ട്ടോ. ആ മറിയം ബിൻത്ത് അസ്ഹർ പറഞ്ഞേ. എങ്ങനെയാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്? എന്താണ് കേട്ടില്ല? അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാരും മൈക്കോൺ ആക്കല്ലേ. മറിയമ്മ മാത്രം മൈക്കോൺ ആക്കാൻ പറ്റുള്ളൂ ട്ടോ. മറിയം മാത്രം സാധിക്കേ. പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വന്നത് ഇല്ലേ? പിന്നെയോ നല്ല ഫ്രഷ് ആയിട്ട് നല്ല വൃത്തിയിലാ വന്നത് ഇല്ലേ? പിന്നെയോ അടുത്ത് വന്നിട്ട് ഇരുന്നു ശ്രദ്ധിച്ച് കേൾക്കാന് ഇല്ലേ? ഉസ്താദ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊക്കെ പഠിക്കാന് പോകാറില്ലേ? ക്ലാസ്സിനും ദർസിനൊക്കെ പോകാറില്ലേ? ക്ലാസ്സിലൊക്കെ ഇല്ല? ഓൺലൈൻ ക്ലാസ്സിലും അല്ലാത്ത ക്ലാസ്സിലൊക്കെ പോകാറില്ലേ? പോകുന്നവരൊക്കെ കൈപൊക്കി. മസ്ജിദിലൊക്കെ ക്ലാസ് പോണവര്, പിന്നെ ഖുർആനൊക്കെ പഠിക്കാൻ പോണവര്, പിന്നെ അൽക്കലമിലൊക്കെ ക്ലാസ്സിന് ഇരിക്കണവരൊക്കെ കൈപൊക്കി നോക്കട്ടെ. എത്ര ആൾക്കാരുണ്ട്?
ആ, എവിടെ ഇരിക്കുക നിങ്ങൾ ക്ലാസ്സിന് പോയിട്ട് എവിടെയാണ് ഇരിക്കുക? അബ്ദുള്ള ബിൻ മുഹമ്മദ് മർവ, എവിടെ നിങ്ങൾ ഇരിക്കുക? ദൂരെ പോയിട്ടാണോ ഇരിക്കുക? ബാക്കില് എവിടെയാ ഇരിക്കണ്ടേ? എവിടെ ഇരിക്കേണ്ടത്? അടുത്ത് പോയിട്ട് മുന്നിലിരിക്കണം അല്ലേ? അടുത്തിരിക്കണം, നല്ല ശ്രദ്ധിച്ച് നല്ല സൗണ്ടിൽ കേൾക്കാൻ പറ്റിയ സ്ഥലത്തിരിക്കണം. അങ്ങനല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. അടുത്തിരിക്കണ്ടേ? ശ്രദ്ധിച്ചിട്ടിരിക്കണ്ടേ? ആ, മാഷാ അല്ലാ, ഇരിക്കണം അല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. പിന്നെയോ, കുളിക്കാണ്ട് പല്ലൊന്നും തേക്കാണ്ട് ഇങ്ങനെ ഏതോ ഉറങ്ങി എണീറ്റിട്ട് നേരെ പോയിട്ട് ക്ലാസ്സിലിരിക്കാൻ പറ്റോ? ഉറങ്ങി തൂങ്ങിട്ട് പറ്റോ? പറ്റൂലേ? പറ്റുമോ? ആ, അങ്ങനൊന്നും ഇരിക്കാൻ പറ്റൂലല്ലേ? നല്ല കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കണം. ആ, മാഷാ അല്ലാ, നല്ല ഫ്രഷ് ആയിട്ട് നല്ല കുട്ടികളായിട്ട് നല്ല വൃത്തിയിൽ നമ്മൾ ഇരിക്കണം അല്ലേ? ഇൻഷാ അല്ലാ. കുട്ടികളെ ഒരു 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് എല്ലാരും കണ്ണൊക്കെ അടിച്ച് ദൂരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയേ. എല്ലാരും കൊറേ സമയം ഈ സ്ക്രീന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിട്ടോ. ഇനി എല്ലാരും ശ്രദ്ധിച്ചേ. എല്ലാരും ശ്രദ്ധിച്ചേ. എല്ലാവർക്കും കേൾക്കണുണ്ടല്ലോ? ഹയാ, കണ്ണ് തുറക്ക്. ഉറങ്ങിപ്പോയോ? കണ്ണടച്ചിട്ട് അങ്ങനെ ഉറങ്ങിയോ? ഇല്ലല്ലോ. ആ, ആയിക്കോട്ടെ. ശരി. ആ ആ വന്നോ? ഇനി ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മള് നമ്മൾ പഠിക്കുന്ന സമയത്ത് ദീന പഠിക്കണല്ലേ? ദീന് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താ? നമുക്ക് ദീനൊക്കെ ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? നമ്മളെ കൽബിൽ, നമ്മളെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മിക്കണം. എന്താ ഓർമ്മിക്കേണ്ടത്? ഞാന് അൽക്കലമിലൊക്കെ പഠിക്കണത് അള്ളാന്റെ കൂലി കിട്ടാനാണ്, അല്ലാണ്ട് ഉമ്മാന്റെ അടി കിട്ടാതിരിക്കാനല്ല. അൽക്കലമിന്റെ ക്ലാസ്സിൽ ഇരുന്നില്ലെങ്കിൽ ഉമ്മാന്റെ അടുത്തുനിന്ന് നല്ല ചീത്ത കിട്ടും. അതുകൊണ്ടാ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണോ? അങ്ങനൊന്നല്ലല്ലേ? അൽക്കലമിന്റെ ഒക്കെ ക്ലാസ്സിൽ നല്ല ഉഷാറായിട്ട് ഖുർആനൊക്കെ പഠിക്കാൻ ഇരുന്നാലേ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കൂലിയൊക്കെ കിട്ടുള്ളൂ. അതാണ് നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ടത്. ആ, നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ട് അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാര്? അള്ളാന്റെ കൂലി കിട്ടാൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ അൽഹംദുലില്ലാ പറയണം കേട്ടോ. ഉറക്കെ മൈക്ക് ഓൺ ആക്കിയിട്ട്. ഞാൻ മൈക്ക് ഓൺ ആക്കാൻ പോണേ. എന്താ നിങ്ങൾ പറയേണ്ടത്? അൽഹംദുലില്ലാ. പറഞ്ഞ എല്ലാരും പറഞ്ഞോ.
ആ അൽഹംദുലില്ലാ ഉസ്താദെ, അൽഹംദുലില്ലാ ഉസ്താദെ, ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ കൂലി കിട്ടാന്, സ്വർഗം കിട്ടാനാട്ടോ പഠിക്കണത്. വേറെ ഒന്നും നമുക്ക് വേണ്ട. അത്ര നല്ല കുട്ടികളെ ഞങ്ങള്. മാഷാ അല്ലാ, അല്ലാഹുമ്മ ബാരിക്. നിങ്ങളെല്ലാരും നല്ല കുട്ടികളാണ് അല്ലേ? ശരി. ഇനി ഉണ്ടല്ലോ ഉസ്താദ് പറയണ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല ഓർമ്മ വേണം. നമ്മൾ അള്ളാന്റെ കൂലി കിട്ടാനാ പഠിക്കണത് കേട്ടോ. ഓർമ്മിച്ചില്ലേ? എല്ലാരും ഓർമ്മിച്ചില്ലേ? എല്ലാരും ഓർമ്മിച്ചില്ലേ? അള്ളാഹുവിന്റെ കൂലി കിട്ടാനാ പഠിക്കണത്, സ്വർഗം കിട്ടാനാ പഠിക്കണത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മള് നല്ല ശ്രദ്ധിച്ച് കേൾക്കാന്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിയായിട്ട് റെഡി ആയിട്ട് വരണം ക്ലാസ്സിന്. മനസ്സിലായോ? കുഞ്ഞുമോനെ എണീക്ക്, എത്ര സമയം ഞാൻ വിളിക്കണേ. അതാ അൽക്കലമിന്റെ ക്ലാസ് തുടങ്ങാനായി, ടീച്ചറൊക്കെ വിളിക്കണുണ്ട്. ഈ എന്താ ഇങ്ങനെ ഉറങ്ങി കുത്തിരിക്കാണ്? എണീക്ക്, എണീക്ക്. ആ, എന്നിട്ട് എണീറ്റിട്ട് പല്ലും തേച്ചില്ല, ചായയും കുടിച്ചില്ല, കുളിച്ചിട്ടുമില്ല, കുപ്പായവും ഇട്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ അൽക്കലമിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ആ ആ ഇങ്ങനെ ഇരിക്കണത് ഗുഡാണോ? ഗുഡാണോ? എന്നാല് കുഞ്ഞുമോനെ, അൽക്കലമിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ, ഇപ്പൊ തുടങ്ങും. 5 മിനിറ്റാ ഉള്ളത്, വേഗം വന്നോ. ആ ഉമ്മ, ഞാന് റെഡിയാ. ഞാന് കുളിച്ചിട്ടുണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയാണ്. ഞാൻ ക്ലാസ്സിൽ ഇരിക്കണത് ഇങ്ങനെയല്ല, ഇങ്ങനെയുമല്ല, ഇങ്ങനെ ഉഷാറായിട്ടാണ് ഞാൻ ഇരിക്കുക. ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാന്. ഇത് ഗുഡാണോ? ആ, ഗുഡാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പഠിക്കാൻ വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇരുന്നതും അങ്ങനെ തന്നെയാണ് ല്ലേ? ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് വന്നിട്ട് ല്ലേ? ക്ലാസ് ഒക്കെ തുടങ്ങിട്ടോ. ഞാൻ ഇങ്ങനെ കസേരന്റെ ചുറ്റും ഓടിക്കളിച്ചാലോ? എങ്ങനെ ഉണ്ടാവും ഓടിക്കളിച്ചാല്? ഗുഡാണോ? ഗുഡാണോ? ഇങ്ങനാണെങ്കിലോ? അവിടെ നോക്കി, ഇവിടെ നോക്കി, മോളില് നോക്കി, അങ്ങനെയാണെങ്കിലോ? ഗുഡാണോ? ഗുഡ് അല്ലേ? ടീച്ചർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് ഇതൊന്നും ഇഷ്ടല്ല, പോയെ, എനിക്ക് വേണ്ട. ഗുഡാണോ? ഗുഡാണോ? ആ, അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? അള്ളാഹുമ്മ ബാരിക്. മാഷാ അല്ലാ. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇരുന്ന് നോക്കട്ടെ. എങ്ങനെയാ ക്ലാസ്സിൽ ഇരിക്കണ്ടേ കാണിച്ചെന്ന് ഉസ്താദിക്ക്. ഉസ്താദിക്ക് ഒന്ന് കാണിച്ചെന്നെ, എങ്ങനെയാ നല്ല ക്ലാസ്സിലൊക്കെ ഇരിക്കേണ്ടത് കാണിച്ചെന്നെ. ആ, എങ്ങനെയാ ഇരിക്കേണ്ടത് ഇബാദ് എല്ലാരും? ആ, ഓൺലൈൻ ക്ലാസ് ആയാലും വേറെ ക്ലാസ് ഒക്കെ ആയാലും എങ്ങനെയാ ഇരിക്കുക എല്ലാരും കാണിച്ചേ. നൂഹ്, ആ നൂഹ്, ഹൈസ, റസിയ അബ്ദുള്ള, ഇസ, അമാൻ, അബ്ദുള്ള ഹുസൈൻ, ആയിഷ, നൂഹ, ആദം, ഫാത്തിമ, നൗറിൻ, ആയിഷ, ആയിഷ മെഹബിൻ, ഖദീജ, മറിയം, അഹ്മദ്, എല്ലാരും കാണിച്ചേ നോക്കട്ടെ എങ്ങനെ ഇരിക്കേണ്ടത്. ഹയ, സാറ, ആയിഷ ഐദീദ്. ആയിഷ ഐദീദിന്റെ കൂടെ ഉള്ളത് ആരാ? എന്താ പേര്? എനിക്കറിയില്ലല്ലോ. വാഫിയ, വഹ്ബാൻ, ഫസ, ആലിൻ, സൂബിയ, ഫാത്തിമ, ഐസൽ, ബുസ്താൻ, ഇബാദ്, ആദം, എല്ലാരും കാണിക്കട്ടോ. ഞാൻ പേര് വിളിക്കുന്ന ആളൊക്കെ എനിക്ക് കാണിച്ചു തരണം എങ്ങനെയാ ഇരിക്കണ്ടേ. മറിയം, ഷഹസ, അസ്മ, എങ്ങനെയാ ഇരിക്കുക ക്ലാസ്സിൽ കാണിച്ചേ. ആ,
റൈഹാൻ, അബ്ദുള്ള ബിൻ മുഹമ്മദ് മർവ, ഇങ്ങനെയാണോ ഇരിക്കുക? എങ്ങനെ ഇരിക്കുക ക്ലാസ് തുടങ്ങിയാല്? മറിയം ബിൻത്ത് മുജീബ്, മറിയം ബിൻത്ത് റാഷിദ്, നൂഹ് നബീൽ, അദീം, ആമിർ. ആമിറിന്റെ ബാക്കിലാര? ആമിറെ ആയിക്കോട്ടെ. ആയിഷ, ഹംസ, ഖൗല, ആസിൽ, തൈമിയ, മുസ്അബ് ബിൻ ഷിജാബ്. മുസബിനെ കാണില്ലല്ലോ ഫുള്ളായിട്ട്, മുസബിന്റെ തല മാത്രമല്ലേ കാണുള്ളൂ. സിദ്റത്തുൽ മുൻതഹ, മറിയം ബിൻത്ത് ജസീം, അഫാഫ് ബിൻത്ത് ജസീം, ഹസൻ റൗദ, ഹസൻ, ഹനിയ ജസീം, ഫാത്തിമ ഫാസിർ, അക്കിയാസ്, ആഹിൽ, ഹംദ ഹാമിദ്, ആയിഷ, ഹിബ, ആസാദ്, റയാൻ, സൈനബ് ബിൻ സാജിദ്, ആയിഷ. ഞാൻ ഇനി പേര് വിളിക്കാത്തവരൊക്കെ ഉണ്ടാവും. റഷ്ദാൻ. എല്ലാരും കാണിച്ചു തന്നെ നോക്കട്ടെ. ഹംദ, മാഷാ അല്ലാ. മുഹമ്മദ് ഹംദാൻ, റയാൻ, ഹിബ, സൈനബ് തൈസീർ, ഖദീജ അജാസ്, അസ്മ തുഫൈൽ, എല്ലാരും, ഇസിൻ, ഫിദ, എല്ലാരും മാഷാ അല്ലാ. അപ്പൊ എല്ലാരും ക്ലാസ്സിന് ഇരിക്കുന്ന സമയത്ത് നല്ല ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ. ഇരിക്കൂലേ? പിന്നെ ഉണ്ടല്ലോ, ടീച്ചർ പറയാണ്, ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, മോനെ മോളെ സൂറത്ത് ഫാത്തിഹ ഓതിയേ. ഞാൻ ഓതൊന്നുമില്ല, എനിക്കിഷ്ടമില്ല. ഗുഡ് ആണോ ബാഡാണോ? ടീച്ചർ പറയാണ്, മോനെ മോളെ ഫാത്തിഹ ഒന്ന് ഓതിത്തരോ, ഞാനൊന്ന് കേക്കട്ടെ. ഓതിത്തരാം ടീച്ചറെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഗുഡ് ആണോ ബാഡാണോ? നമ്മളുടെ ഉസ്താദ്, നമ്മളെ പഠിപ്പിക്കണ ആള് പറയണത് അനുസരിക്കണം. എന്ത് ചെയ്യണം? ടീച്ചറും ഉസ്താദും ഒക്കെ പറയണ നല്ല കാര്യങ്ങള് അനുസരിക്കണം. അനുസരിക്കണത് ഗുഡല്ലേ? ഗുഡല്ലേ? എല്ലാ കുട്ടികളും, ടീച്ചർ പറയാണ്, മക്കളെ കുട്ടികളെ എല്ലാരും മൈക്കൊക്കെ ഓഫാക്കി, എന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്ക്. ഇന്നിപ്പോ ഞാൻ മൈക്കൊന്നും ഓഫാക്കൂല കേട്ടോ, എനിക്ക് കുറെ പറയാനുണ്ട്. ടീച്ചറെ ടീച്ചറെ എന്റെ വീട്ടിലെ എന്റെ ഉമ്മ എനിക്ക് ചോക്ലേറ്റ് തന്നനെ. ടീച്ചറെ ബാപ്പ ഗൾഫിൽ പോയി. ടീച്ചർ മൈക്ക് ഓഫാക്കാൻ പറയുമ്പോ ഇങ്ങനെ മൈക്കൊക്കെ ഓൺ ആക്കിയിട്ട് കഥൊക്കെ പറയാ. ഗുഡാണോ? നല്ലതാണോ? നല്ലതാണോ? പറഞ്ഞാല് അനുസരിക്കണല്ലേ. മൈക്ക് ഓഫാക്കാൻ പറഞ്ഞാല് വേഗം ഓഫാക്കിയിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. കേക്കണ്ടേ? മക്കളെ കുട്ടികളെ, നിങ്ങൾക്ക് കളറ് ചെയ്യാന് അപ്പൊ നിങ്ങള് വർക്ക്ഷീറ്റില്ലേ, നിങ്ങളെ ബുക്കില്ലേ, അതിലൊരു കളർ ചെയ്യാനില്ലേ, അവിടെ നിങ്ങൾ കളറൊക്കെ ചെയ്യണം കേട്ടോ. അതൊക്കെ നാളെ ചെയ്യാം, എനിക്ക് ഇഷ്ടമല്ല കളറൊന്നും ചെയ്യാൻ. നാളെ ചെയ്യാം, ഇപ്പൊ വേണ്ട. ഗുഡാണോ? ഇല്ല. അപ്പൊ നമ്മള് മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളെ പഠിപ്പിക്കണ ഉസ്താദായാലും ടീച്ചറായാലും അവര് പറയണത് അനുസരിക്കണം. അവര് പറയണത് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ മൈക്കോൺ ആക്കട്ടെ, എല്ലാരും പറയണേ. ഉസ്താദൊക്കെ പറയണത് എന്ത് ചെയ്യണം? അനുസരിക്കണം. അനുസരിക്കണം അല്ലേ? അഹ്സൻതും, വെരി ഗുഡ്. ഇനി അടുത്ത കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ എത്ര കാര്യം പറഞ്ഞു? മൂന്ന് കാര്യം പറഞ്ഞു. ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും? മൂന്ന് കാര്യം. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനാ പഠിക്കണത് എന്ന ഓർമ്മ ഉണ്ടാകണം. അതല്ലേ ഒന്നാമത്തെ കാര്യം? ഇല്ലേ? രണ്ടാമത്തെ കാര്യം നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ടിരിക്കണം.
അതല്ലേ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഉസ്താദും ഒക്കെ പറയണത് അനുസരിക്കണം. ഉസ്താദും ടീച്ചറൊക്കെ പറയണത് അനുസരിക്കണം. 3 കാര്യമുണ്ട്. 3 കാര്യവും പറഞ്ഞു തരാൻ പറ്റുന്നവരുണ്ടോ? കൈപൊക്കിയേ. ഞാൻ പറഞ്ഞ 3 കാര്യം. ആയിഷ ഐദീദ് കൈപൊക്കിയിട്ടുണ്ട്. ആയിഷ ഐദീദ് പറയട്ടെ. 3 കാര്യം പറയണം കേട്ടോ. ആയിഷ ഐദീദ് പറഞ്ഞേ. നമ്മള് പഠിക്കണം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോവാൻ പഠിക്കണം. പിന്നെ ഉഷാറായിട്ട് ഡ്രസ്സൊക്കെ ഇടണം. മൂന്നാമത്തേത് ടീച്ചറൊക്കെ അമ്മയും ടീച്ചർ പറഞ്ഞ അനുസരിക്കണം. എന്നാൽ ഇനി അടുത്തത് ആരാ പറയാ? ഞാൻ നോക്കട്ടെ. ആർക്കാ പറയാൻ പറ്റാ 3 കാര്യങ്ങളും? കൈബുക്കിയെ നോക്കട്ടെ. നൂഹ് നബിയിൽ പറഞ്ഞേ. നൂഹ് നബിയിൽ പറഞ്ഞേ. മാഷാഅല്ലാഹ്, അഹ്സൻതി യാ നൂഹ്. ഉസ്താദിക്ക് കേൾക്കുന്നില്ല, എന്തോ നെറ്റ്വർക്ക് പ്രശ്നം തോന്നുന്നുണ്ട്. ഖദ്ദറല്ലാഹു മാ ശാ ഫഅൽ. പക്ഷെ മാഷാഅല്ലാഹ് നൂഹ് ഉഷാറായിട്ടോ. അല്ലാഹുമ്മ ബാരിക്. അഹ്സൻതി യാ നൂഹ്, മാഷാഅല്ലാഹ്. സാറ കുട്ടി പറഞ്ഞേ. നമ്മള് ഡ്രസ് ഇടണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കണം. പിന്നെയോ? കഴിഞ്ഞോ? വേറെന്തോ ഉണ്ടല്ലോ. ആയിക്കോട്ടെ. മാഷാഅല്ലാഹ്. ടീച്ചർ ഉസ്താദൊക്കെ പറഞ്ഞാൽ അനുസരിക്കണ്ടേ? അത് പറഞ്ഞിട്ടില്ലല്ലോ. ആയിക്കോട്ടെ. അബ്ദുള്ള ഹുസൈൻ പറഞ്ഞേ. അബ്ദുള്ള ഹുസൈൻ. ആയിക്കോട്ടെ. ഇനി ആരാ പറയാ നോക്കട്ടെ. അർവ ബിൻ ഫാസിൽ പറഞ്ഞേ. അർവയും അർവന്റെ കൂട്ടുകാരും എല്ലാരും ഒന്നിച്ച് പറഞ്ഞോളി. ടീച്ചർ പറഞ്ഞത് അനുസരിക്കണം. ക്ലാസ്സിൽ ഇരിക്കണവർക്ക് നല്ല കുപ്പായ കുളിച്ചിട്ടൊക്കെ ഇരിക്കണം. പിന്നെയോ? നമ്മൾ എന്താ ഓർമ്മിക്കേണ്ടത്? നമ്മളെ മനസ്സിൽ ഓർമ്മിക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനാണ് പഠിക്കണത്. കഴിക്കണം. അള്ളാഹിന്റെ അഫ്രീൻ സഹറി ഉണ്ടല്ലോ. പറഞ്ഞേ. അഫ്രീൻ സഹറിയും പറഞ്ഞേ. അള്ളാഹുവിന്റെ നല്ല ഡ്രസ് ഇടണം, ടീച്ചർ പറയുന്നത് നല്ലോണം കേൾക്കണം, ഭക്ഷണം കഴിക്കണം. അഫ്ര സഹറ പറഞ്ഞേ. നന്നായിട്ട് പഠിക്കണം, പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യണം, ടീച്ചേഴ്സിനെ അനുസരിക്കണം. വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മള് മനസ്സിൽ ഓർക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാന് പഠിക്കണം. പറഞ്ഞിട്ടില്ലേ? നമ്മൾ പഠിക്കുന്നത്. ഇനിയിപ്പോ കൊറേ ആൾക്കാരുണ്ട്. എല്ലാരോടും ചോദിച്ചാല് വൈകുന്നേരം ആവൂലേ? കൊറേ ടൈം ആവും. അതുകൊണ്ടാട്ടോ എല്ലാരോടും ചോദിക്കാത്തത്. ആരും ഉസ്താദിനോട് ദേഷ്യം പിടിക്കരുതേ. അമാന് പറഞ്ഞേ. അമാന്
അല്ലോ എന്താ തലയിലൊക്കെ കൈവെക്കണേ പറഞ്ഞു നോക്ക്. പറ്റൂല? പറഞ്ഞേ. അള്ളാഹു അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ടീച്ചർമാരും ഉസ്താദ്മാരൊക്കെ പറയുന്ന അനുസരിക്കണം. നല്ല ഡ്രസ് ഇടണം. അമ്മാന് ഉഷാറാണ്. അമ്മാന്റെ ടീച്ചർ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് അമ്മാന് ഭയങ്കര ഉഷാറാണ്. മാഷാ അല്ലാ. ഇനി ആരാ? ഇനി ആയിഷ. ഇനി ഞാൻ കുറച്ച് ആൾക്കാരെ പേര് ഒന്നിച്ച് വിളിക്കാൻ പോട്ടോ. ആയിഷ. ആയിഷ എന്ന് പേരുള്ള എല്ലാരും മൈക്കോൺ ആക്കിക്കോ. അതുപോലെ മറിയം എന്ന് പേരുള്ള എല്ലാരും മൈക്കോൺ ആക്കിക്കോ. കൊറേ ആയിഷ ഉണ്ട്, കൊറേ മറിയം ഉണ്ട്. ആയിഷ ടി വി ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ഖദീജ മോണാക്കിക്കോ. ഖദീജ എന്ന് പേരുള്ളവര് മോണാക്കിക്കോ. എല്ലാരും ഒന്നിച്ച് പറയണം കേട്ടോ. പറഞ്ഞേ. ടീച്ചേഴ്സ് മാഷാ അല്ലാ. അഹ്സൻതും. ഉഷാറായിട്ടോ. എല്ലാരും ഉഷാറായി പറഞ്ഞു കേട്ടോ. അല്ലാഹുമ്മ ബാരിക്. മാഷാ അല്ലാ. ഇനി ഇതുവരെ പറയാത്ത ആൾക്കാരില്ലേ? ഉസ്താദ് പേര് പറയാത്ത ആൾക്കാര് ആരും കരയണമെന്നില്ലല്ലോ. ഇന്ന പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, എല്ലാരും മൈക്കോൺ ആക്കിയിട്ട് പറഞ്ഞോളി. എല്ലാരും പറഞ്ഞേ. 3 കാര്യവും പറയണം കേട്ടോ. ദുൽഹജ്ജിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടില്ലേനോ? അതില് ഞാൻ ഉണ്ടായിരുന്നു. മാഷാ അല്ലാ. അഹ്സൻത്. ആയിക്കോട്ടെ, ഉഷാറായിട്ടോ. എല്ലാരും നല്ല ഉഷാറായി പറഞ്ഞിട്ടോ. എന്നാല് ഒരു കാര്യം എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ടൈം ആയിട്ടുണ്ട്. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ടൈം ആയിട്ടുണ്ട്. റെഡിയാണോ എല്ലാവരും കേൾക്കാന്? എങ്ങനെയാ ഇരിക്കേണ്ടത് കേൾക്കാന്? എങ്ങനെയാ ഇരിക്കേണ്ടത്? അമാനെ ഉറങ്ങല്ലേ. നല്ല വൃത്തിയിലിരുന്ന് എല്ലാരും എങ്ങനെ ഇരിക്ക? നല്ല ഉഷാറായിട്ടില്ലേ? എല്ലാരും കണ്ണോണ്ടല്ലേ കേൾക്കാറുള്ളത്? കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കണ്ണോണ്ടാ കേൾക്കല്? ചെവിയോണ്ടല്ലേ കേൾക്കല് അല്ലേ? അല്ലോ, കണ്ണൊന്നും തുറക്കല്ലേ. നല്ല വൃത്തിയിലിരിക്കട്ടോ. ആയിക്കോട്ടെ. ഇനി എല്ലാവരും കേൾക്കണേ. സമയം. എന്താണ്? സമയം. ക്ലാസ് തുടങ്ങുമ്പോ കൃത്യസമയത്ത് വരണം. തോന്നുമ്പോ വരാൻ പാടില്ല. 9 മണിക്കാണ് ക്ലാസ്. കുറച്ചും കൂടി കഴിയട്ടെ, ഒരു 9:10 ഒക്കെ ആവട്ടെ. ഗുഡ് ആണോ ബാഡാണോ? ഗുഡ് ആണോ? സമയത്ത് വരാണ്ട് കുറെ ലേറ്റ് ആയിട്ട് വരുന്നത് നല്ലതാണോ? അല്ലല്ലോ. കൃത്യസമയത്ത് തന്നെ ക്ലാസ്സിലൊക്കെ വരണം അല്ലേ? മാഷാ അല്ലാ. അഹ്സൻതും. അപ്പൊ എല്ലാരും സമയത്ത് കൃത്യമായിട്ട് വരണം ട്ടോ. ഇൻഷാ അല്ലാ. പിന്നെന്താന്നറിയാമോ അടുത്ത കാര്യം? 5-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണം. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിൽ, അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പഠിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നല്ല വെള്ള കുപ്പായൊക്കെ ഇട്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കല്ലേ ചെയ്തത്?
കാര്യങ്ങളൊക്കെ ചോദിച്ചു അല്ലേ? എന്താന്ന് ചോദിച്ചു. അതുപോലെ നമ്മള് ഉസ്താദിനോടും ടീച്ചറോടൊക്കെ ചോദിക്കണം അറിയാത്ത കാര്യങ്ങള്. എല്ലാരും ചോദിക്കൂലേ? ഇൻഷാ അള്ളാ ചോദിക്കൂലേ? ഇൻഷാ അള്ളാ. ആ അപ്പൊ നമ്മൾ കൃത്യസമയത്ത് വരണം. ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ. ഇൻഷാ അള്ളാ ചോദിച്ച് പഠിക്കണം. അറിവുള്ള ആൾക്കാരുടെ അടുത്ത് ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിച്ചിട്ട് പഠിക്കണം. ആ അല്ലോ എനിക്കിത് അറിയില്ലല്ലോ, ഇതെന്താ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം. നിങ്ങൾ എല്ലാരും അറിയാത്ത കാര്യം ചോദിക്കലുണ്ടോ? ഉപ്പാനോടും ഉമ്മാനോടും പിന്നെ നല്ല ഉസ്താദുമാരൊക്കെ കണ്ടാൽ അവരോട് ചോദിക്കലുണ്ടോ? നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ കാണിച്ചാ ചോദിക്കലുണ്ടെങ്കില് ചോദിക്കലുണ്ടോ? ഇതെന്താ അതെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കലില്ലേ? ആ മാഷാ അല്ലാ, നിങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? ആയിക്കോട്ടെ. അള്ളാഹുമ്മ ബാരിക്. മാഷാ അല്ലാ, നിങ്ങളെല്ലാരും ഉഷാറാണ് കേട്ടോ. അള്ളാഹുമ്മ ബാരിക്. ബാറക്കല്ലാ. അപ്പൊ നമ്മള് അഞ്ച് കാര്യം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അഞ്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ ഒന്നുകൂടി അഞ്ച് കാര്യവും പറയും. എന്നിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് ബ്രേക്ക് ആണ്, ഒരു 2 മിനിറ്റ്. നിങ്ങൾ അഞ്ച് കാര്യം ഓർമ്മിക്കണം. എന്നിട്ട് ഞാൻ മൈക്ക് ഓൺ ആക്കുമ്പോ എല്ലാരും അത് പറഞ്ഞു തരണം. പറഞ്ഞുതരൂല്ലേ? റെഡി അല്ലേ? ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാനാണ് പഠിക്കുന്നത് എന്ന് നമ്മൾക്ക് ഓർമ്മ ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിയായിട്ട് റെഡി ആയിട്ട് ഇരിക്കണം. അതല്ലേ രണ്ടാമത്തെ കാര്യം? അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ടീച്ചറും ഉസ്താദും ഒക്കെ പറയണത് അനുസരിക്കണം. ടീച്ചറും ഉസ്താദും ഒക്കെ പറയണത് അനുസരിക്കണം. നാലാമത്തെ കാര്യം, സമയത്ത് ക്ലാസ്സിൽ വരണം, ലേറ്റ് ആകരുത്, കൃത്യസമയത്ത് തന്നെ വരണം. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം. അറിയാത്ത കാര്യങ്ങള് ചോദിച്ച് പഠിക്കണം. അറിയാത്ത കാര്യങ്ങള് ചോദിച്ച് പഠിക്കണം. 5 കാര്യം പറഞ്ഞില്ലേ? ഇനി 2 മിനിറ്റ് എല്ലാവർക്കും റെസ്റ്റ് ആണ് കേട്ടോ. ആ നല്ല എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർമ്മിച്ച് നോക്കണം. എന്നിട്ട് ഉസ്താദ് ചോദിക്കുമ്പോ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ. അർവാ, കണ്ണ് കേടുവരും ട്ടോ. ഓ റഷ്ദാനെ, റഷ്ദാന് നല്ല ഹാപ്പിയാ. ബാറക്കല്ലാ. റഷ്ദാന്റെ പല്ലൊക്കെ ഇവിടെ പോയി? ചോക്ലേറ്റ് തിന്നുമ്പോ അതിന്റെ കൂടെ പല്ലും തിന്നോ ഈ റഷ്ദാനെ? ഉം അഹമ്മദേ, അഹമ്മദ് എന്താ ചുമരുമേൽ കയ്യൊക്കെ വെച്ചിട്ട് ചുമര് തള്ളി താഴെ ഇടാൻ പോവാ?
നൂഹ, മറിയം ബിൻത്ത് മുജീബ്, ഇബാദ് ബിൻ ആദിൽ. നല്ല മോനാണ് ഇബാദ്. വെരി ഗുഡ് ബോയ് ആണ്. ആസില് ഇട്ട പോലെ നല്ല വെള്ള കുപ്പായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇട്ടത്. മാഷാ അല്ലാ, തബാറക്കല്ലാ. ആസില്. ഇഷ്റ, ഇഷ്റ നല്ല കുട്ടിയാട്ടോ. ആയിഷ, ഹനിയ, ഇസ്സ. ഇസ്സക്ക് എന്താ തണുക്കുണ്ടോ? ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഹയ, സാറ, സിദ്രത്തുൽ മുൻതഹ, ആയിഷ ടിവി. മാഷാ അല്ലാ, എല്ലാരും നല്ല മക്കളാട്ടോ. നല്ല കുട്ടികളാണ്. ഖദീജയും മറിയമും. മാഷാ അല്ലാ. ജസീല. മാഷാ അല്ലാ, ഉഷാറാണല്ലോ. ശരി, എന്നാല് തുടങ്ങിയാലോ? ഞാൻ എല്ലാവർക്കും മൈക്ക് ഓൺ ആക്കി തരാൻ പോവാണേ. ഉസ്താദിന്റെ മൈക്കൊന്നും പൊട്ടിക്കരുത് കേട്ടോ, ഉറക്കം പറഞ്ഞിട്ട്. ഓക്കെ. വീട്ടില് പോലീസൊന്നും വരൂലല്ലോ? ആരാ ഇത് സൗണ്ട് ഉണ്ടാക്കണേ ചോദിച്ചിട്ട്? ഇല്ലല്ലോ? നിങ്ങളെല്ലാരും ഉത്തരം പറയില്ലേ? 5 കാര്യങ്ങളും പറയാൻ റെഡിയല്ലേ? റെഡിയല്ലേ 5 കാര്യങ്ങളും പറയാന്? എന്നാൽ ഇതാ മൈക്ക് ഓൺ ആക്കാൻ പോവാണേ. റെഡി? റെഡി? വേഗം ഓൺ ആക്കിക്കോ. റെഡി? പറഞ്ഞോ. ചോദിക്കാൻ വേണ്ടിട്ട് എല്ലാരും സൂപ്പറായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. ശരി, അപ്പൊ എല്ലാരും ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നല്ല വൃത്തിയായിട്ട് ചെയ്യണം. ഓക്കെ. ഈ പഠിച്ച കാര്യങ്ങൾ എല്ലാരും ചെയ്യൂലേ? ചെയ്യണവരൊക്കെ ഇങ്ങനെ കാണിക്കേ. ഈ 5 കാര്യങ്ങളും ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ കാണിക്കിങ്ങനെ. കാണിച്ചേ. മാഷാ അല്ലാ. അഹ്സൻതും. എന്നാൽ ഇൻഷാ അല്ലാ ഉസ്താദ് ക്ലാസ് നിർത്തട്ടെ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.